സോ ഇതാണ് ആപ്പിളിന്റെ ലേറ്റസ്റ്റ് മാക്ബുക്ക് നിയോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ഒരു റീല് ഈ ഒരു മാക്ബുക്ക് നിയോയിലാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. ഓക്കെ, സോ ഈ മാക്ബുക്ക് നിയോയുമായുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇത്ര ദിവസത്തെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഈ ഒരു മാക്ബുക്ക് ഇഷ്ടപ്പെട്ടു. ആപ്പിൾ പറയുന്നതനുസരിച്ച് ഈ മാക്ബുക്ക് നിയോ ആണ് അവരുടെ ഏറ്റവും അഫോർഡബിൾ മാക്ബുക്ക്. ആപ്പിൾ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെവല് വേറെയാണ്. എനിവേ പ്രൈസിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇതൊരു ആപ്പിൾ പ്രോഡക്റ്റ് ആണ്, അഫോർഡബിൾ ആണ്, കാണാൻ നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്, തൊടുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു മാക്ബുക്ക് നിയോ വാങ്ങിച്ചാൽ നിങ്ങൾ പെടാനുള്ള ചാൻസ് ഉണ്ട്. ആപ്പിളിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ അവരുടെ വലിയൊരു സ്ട്രാറ്റജി എന്താണെന്നറിയാം? ഫസ്റ്റ് ഇംപ്രഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു. പുതിയ വന്നിരിക്കുന്ന ഐഫോൺ 17 പിന്നെ ഈ മാക്ബുക്ക് ഐപാഡ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു മാക്ബുക്ക് ഞാൻ ഫസ്റ്റ് ടൈം കയ്യിലെടുത്തപ്പോൾ നല്ല പ്രീമിയം ഫീൽ ആണ് കിട്ടുന്നത്. സോ നിങ്ങളും കടകളിൽ പോയിട്ട് ഇത് കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രീമിയം ഫീൽ ഉണ്ട്, വേറെ ലെവലാണ്. കാരണം കംപ്ലീറ്റ് മെറ്റാലിക് ബിൽഡിലാണ് വരുന്നത്. താഴെ മേളിൽ ഈ കാണുന്ന ചാസി. പിന്നെ നമ്മൾ നോർമലി വിൻഡോസിൻ്റെ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ മെറ്റൽ ബിൽഡ് ഈ പ്രൈസിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പ്ലസ് ഇവിടെ ഈ ഭാഗത്ത് കംപ്ലീറ്റ്ലി സ്റ്റിക്കേഴ്സ് ആയിരിക്കും. ഇൻ്റലിൻ്റെ സ്റ്റിക്കർ, വിൻഡോസിൻ്റെ സ്റ്റിക്കർ, ഏതെങ്കിലും ആൻറ്റി വൈറസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിക്കർ, മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ സ്റ്റിക്കർ, പിന്നെ ഇപ്പം കോ പൈലറ്റോ അതിൻ്റെ സ്റ്റിക്കർ, മൊത്തം സ്റ്റിക്കേഴ്സ് ആയിരിക്കും. ഇത് കാണുമ്പോൾ കംപ്ലീറ്റ് മെറ്റൽ ബിൽഡാണ്, മെറ്റൽ ഫിനിഷ് ആണ്. പ്ലസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ക്ലീൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആ കടിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ അല്ലാതെ വേറെ ഒരു സാധനവും എൻ്റെ മുകളിലില്ല. നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഇതാ ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വിൻഡോസ് ലാപ്ടോപ്പ് രണ്ട് കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടി വരും അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് സിംഗിൾ ഹാൻഡ് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അതുകൊണ്ട് എന്താ ബ്രോ ഡിഫറൻസ്? ലാപ്ടോപ്പ് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്, അല്ലാതെ ഓപ്പൺ ക്ലോസിങ് അല്ലല്ലോ കാര്യം. എന്നാൽ അവിടെയും ഞാൻ പറഞ്ഞില്ല, ആപ്പിളിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ആരെങ്കിലും നിങ്ങൾ ലാപ്ടോപ്പ് കാണാൻ വരുന്നത് നിങ്ങൾ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതും ഇങ്ങനെ പിടിച്ച് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഈസ് വെരി നൈസ്. പ്രത്യേകിച്ചും ഹിഞ്ച് ക്വാളിറ്റി ഈസ് വെരി വെരി നൈസ്. വെയിറ്റ് അത്ര എനിക്ക് ഭയങ്കര കൂടുതലായിട്ട് തോന്നിയില്ല. ഭയങ്കര സൂപ്പർ സ്ലിം സൂപ്പർ വെയിറ്റും അല്ല, എന്നാൽ ഹെവിയും അല്ല. കൊണ്ടു നടക്കാൻ വേണ്ടി ഇറ്റ്സ് ഓക്കെ. അങ്ങനെ എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നിയില്ല. സോ ഇതൊക്കെ കാണുമ്പോൾ ഒരു ശരാശരി കസ്റ്റമർ വീണുപോകും. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾ വീഴാൻ പാടില്ല. ഓക്കെ, ഈ വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് ഡിസൈഡ് ചെയ്യുക ഇത് വാങ്ങണോ അതോ വേറെ ഏതെങ്കിലും ലാപ്ടോപ്പ് ആണോ നിങ്ങൾക്ക് കൂടുതൽ സൂട്ടബിൾ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. 70,000 റുപ്പീസിലാണ് ആപ്പിൾ ഈ മാക്ബുക്ക് നിയോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ ആപ്പിളിന്റെ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ എത്രയാണ് അതിന്റെ റേഞ്ച് എന്ന്. എന്നാൽ US-ലുള്ള ഇതിന്റെ പ്രൈസിങ് അടിപൊളിയാണ്. $100 ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അതായത് സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ ഇതിന്റെ പ്രൈസ് കുറഞ്ഞ് $499 US-ൽ വാങ്ങിക്കാൻ പറ്റും. ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട് 10,000 റുപ്പീസ് ഓഫ് കിട്ടുന്നുണ്ട്. നിങ്ങൾ സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ആ ഒരു 10,000 റുപ്പീസ് ലാഭിക്കാൻ പറ്റും. എന്നാലും 60,000 റുപ്പീസിൽ ഈ മാക്ബുക്ക് നിയോ വാല്യൂ ഫോർ മണി ആണോ, അല്ലെങ്കിൽ ഇതിനെ അഫോർഡബിൾ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എവിടെയൊക്കെയാണ് കോസ്റ്റ് കട്ടിങ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം ഞാൻ ക്ലിയർലി ഷെയർ ചെയ്യാം. സൈഡിലേക്ക് നോക്കുമ്പോൾ 2 പോർട്ട് മാത്രമേ ഉള്ളൂ. 2 ടൈപ്പ് സി പോർട്ട്. ബാക്കിലൊന്നുമില്ല, ഈ സൈഡിലൊന്നുമില്ല. സോ ഈ പറയുന്ന 2 ടൈപ്പ് സി പോർട്ടുകൾ വഴി നിങ്ങൾക്ക് ഒന്ന് ഇത് ചാർജ് ചെയ്യാൻ പറ്റും, സെക്കൻഡ് വേണമെങ്കിൽ SSD കണക്ട് ചെയ്യാം. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഹൈ സ്പീഡിൽ ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഒരു USB പോർട്ട് അല്ലെങ്കിൽ ഒരു USB ടൈപ്പ് സി പോർട്ട് ഹൈ സ്പീഡാണ്, സെക്കൻഡ് നോർമലാണ്. സോ നമ്മൾ ഈ ഫാസ്റ്റായ SSD ഈ നോർമൽ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വരും, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് സ്പീഡൊക്കെ വേണമെങ്കിൽ മറ്റേ ടൈപ്പ് സിയിൽ കുത്തിക്കോളൂ കേട്ടോ, മെസ്സേജ് വരും. ദാറ്റ് ഇസ് നൈസ് ആക്ച്വലി. എനിവേ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന പോർട്ട് ഉപയോഗിച്ച് 4K at 60 FPS ഔട്ട് എക്സ്റ്റേണൽ മോണിറ്ററിലേക്ക് എടുക്കാൻ പറ്റും. ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഞാൻ പിന്നെ ഡിസ്പ്ലേ സെഗ്മെന്റിൽ പറഞ്ഞു തരാം. സോ നിങ്ങളുടെ കയ്യിൽ HDMI മാത്രം എടുക്കുന്ന ഡിവൈസുകളുണ്ട്, അല്ലെങ്കിൽ സ്പീക്കേഴ്സ് കുത്താൻ വേണ്ടി സ്പീക്കർ സ്ലോട്ടൊക്കെ വേണമെങ്കിൽ അതൊന്നും ഇവിടെ കിട്ടൂല. ഇത്തരത്തിലുള്ള ഡോങ്കിൾസ് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, സോ ഒരുപാട് പോർട്ടുകൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നം നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡോങ്കിൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ കീബോർഡ് എങ്ങനെയുണ്ട്? കാരണം നല്ല ടൈപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടിയില്ലെങ്കിൽ മൊത്തം ബോറായിരിക്കും ലാപ്ടോപ്പിൻ്റെ എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും പ്രോയിലുള്ള ഒരു കീബോർഡ് ഉണ്ടല്ലോ, അത്രയും ഇല്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് വെരി വെരി നൈസ്. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന നോർമൽ വിൻഡോസ് കീബോർഡ് വെച്ച് നോക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിരിക്കും ചിലപ്പം. ഇറ്റ്സ് വെരി വെരി നൈസ്. നല്ല ട്രാവൽ ഉണ്ട്. ആ ഒരു ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രീമിയം ക്ലിക്ക് 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 സൗണ്ട് ഉണ്ടല്ലോ, അതും നൈസാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ആപ്പിൾ ഇങ്ങനെ ചെയ്തത് എനിക്കറിയില്ല. ആക്ച്വലി എനിക്കറിയാം എന്താ. അതായത് ഇതിൽ ബാക്ക് ലിറ്റ് കൊടുത്തിട്ടില്ല. ഒരു ബാക്ക് ലിറ്റ്, ഒരു ലൈറ്റ് പിടിപ്പിക്കാൻ എത്ര ചിലവ് വരും എൻ്റെ പൊന്നാപ്പിൾ? കാരണം നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളേജ് സ്റ്റുഡൻസ് ആണ്, സ്കൂൾ സ്റ്റുഡൻസ് ആണ്. ഈ പറയുന്ന ആളുകൾ രാത്രി ഇരുന്നുകൊണ്ട് സ്റ്റഡീസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. സോ അതിൽ യൂസ്ഫുൾ ആയിരിക്കും. വേറെ ലാമ്പോ അല്ലെങ്കിൽ റൂമിലുള്ള ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഇത് എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ദിസ് ഈസ് ആൻ എൻട്രി ലെവൽ മാക്ബുക്ക്. ഇതിൽ എല്ലാം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആരും എയർ വാങ്ങൂലല്ലോ. സോ നിങ്ങൾക്ക് ബാക്ക് ലിറ്റ് വേണമെങ്കിൽ എയർ
വാങ്ങിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു സംഭവം കൂടെ വേണമെങ്കിൽ എയർ അല്ലെങ്കിൽ പ്രോ വാങ്ങിക്കേണ്ടി വരും. അതായത് വൈബ്രേഷൻ മോട്ടേഴ്സ് ഉള്ള ട്രാക്ക് പാഡാണ്. നമ്മൾ നോർമലി എയർ അല്ലെങ്കിൽ പ്രോയിൻ്റെ ട്രാക്ക് പാഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് കയറി പോകുന്നില്ല. പലർക്കും അത് അറിയില്ല. ആക്ച്വലി ഞാൻ കാണിച്ചു തരാം ക്ലോസപ്പ്. നമുക്ക് തോന്നും നമ്മൾ ക്ലിക്ക് ചെയ്യാന്ന്, പക്ഷേ ക്ലിക്ക് ചെയ്യല്ല. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ താഴേന്ന് വൈബ്രേഷൻ മോട്ടറാണ് ഇത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തരുന്നത്. ഇറ്റ്സ് വെരി വെരി നൈസ്ലി ഡൺ, വെരി നൈസ്. പക്ഷേ ഇവിടെ ആ ഒരു സംഭവം കൊടുത്തിട്ടില്ല, കാരണം ഇതൊരു എൻട്രി ലെവൽ മാക്ബുക്ക് ആണ്. ആപ്പിൾ ഈക്കോ സിസ്റ്റത്തിലേക്ക് കയറാൻ താല്പര്യമുള്ളവർക്ക്, അതായത് ബഡ്ജറ്റ് കുറവാണ് എങ്കിൽ ഇത് വാങ്ങിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എയറും പ്രോ ഒക്കെ വാങ്ങിച്ച് ആപ്പിളിനെ $1 ട്രില്യൺ കമ്പനി ആക്കാൻ പറ്റും. ഓക്കെ, എനിവേ, സോ ആ ഒരു പ്രീമിയം ട്രാക്ക് പാഡ് ഇല്ലെങ്കിലും ദിസ് ഇസ് വെരി നൈസ്. ഈ മാക്ബുക്ക് നിയോ 2 സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. സ്റ്റോറേജ് വേരിയൻറ്റ് ഞാൻ ഇപ്പം മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ 256 GB ഉണ്ട് ആൻഡ് 512 GB ഉണ്ട്. മാക്ബുക്ക് എയറിലും പ്രോയിലും വരുന്ന ആ ഒരു ടച്ച് ID ഉണ്ടല്ലോ, ആ ടച്ച് ID ഇവിടെ വരുന്നുണ്ട്. പക്ഷേ 512 GB വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ. എന്തിനാ ആപ്പിൾ അങ്ങനെ ചെയ്തത്? 2 കൊടുക്കാമായിരുന്നല്ലോ. കാരണം വിൻഡോസിൽ ഫിംഗർ പ്രിൻറ്റ് വരാറുണ്ട്, അതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആപ്പിളിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്OSൽ, ഇടയ്ക്കിടയ്ക്ക് തമ്പ് പ്രിൻറ്റ് വേണ്ടി വരും. പാസ്വേഡ് ഇട്ട് മടുക്കും. സോ എന്നോട് ചോദിക്കുകയാണ്, പ്രത്യേകിച്ചും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആപ്പിൾ ഈക്കോ സിസ്റ്റത്തിൽ കയറാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ടച്ച് ID ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഓക്കെ, അതായത് 256 GB വാങ്ങണോ അതോ 512 GB വാങ്ങണോ? സോ 512 GB വാങ്ങുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ടച്ച് ID കിട്ടും, സെക്കൻഡ് കൂടുതൽ സ്റ്റോറേജ് കിട്ടും, തേർഡ് ആണ് ഈ കൂടുതൽ സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. നോർമൽ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വിൻഡോസ് ലാപ്ടോപ്പിലുള്ള വെബ് ക്യാം ഉണ്ടല്ലോ, നല്ല ശോകമായിരിക്കും. പക്ഷേ ഇവിടെ 1080p വെബ് ക്യാം ആണ് തന്നിരിക്കുന്നത്. പിന്നെ ആപ്പിളിൻ്റെ മാക്ബുക്ക് ആയതുകൊണ്ട് വെബ് ക്യാം ക്വാളിറ്റി ഈസ് വെരി വെരി നൈസ്. ഞാൻ ആക്ച്വലി ഒരു സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെബ് ക്യാം ക്വാളിറ്റി. ഞാൻ കുറച്ച് വീഡിയോ കോൾസ് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഫേസ് ടൈം ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ആ ബ്ലർ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ സെൻട്രൽ സ്റ്റേജ് ഓപ്ഷൻ വരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുമല്ലോ ക്യാമറ, ഈ പ്രോ മാക്ബുക്കിൽ ഇവിടെ അത് കിട്ടൂല. 13 ഇഞ്ച് സൈസ് ഉള്ള ഒരു IPS LCD പാനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഈസ് ഓക്കെ. അതായത് ഒരു ബഡ്ജറ്റ് അഫോർഡബിൾ മാക്ബുക്കിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. യെസ്, ഇറ്റ്സ് നോട്ട് സെയിം ആസ് എയർ അല്ലെങ്കിൽ പ്രോ. ഇവിടെ കളർ മോശമൊന്നുമല്ല, അതായത് വീഡിയോസ് കാണാൻ വേണ്ടി, TV സീരീസ്, മൂവീസ് അതൊക്കെ കാണാൻ വേണ്ടി ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ സീരിയസ് കളർ ഗ്രേഡിംഗ്, ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ, FCP ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി പറ്റിയ ഡിസ്പ്ലേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് എടുക്കാൻ പറ്റും. പ്രോപ്പർ കളർ ആക്യുറേറ്റ് ഡിസ്പ്ലേയിലേക്ക് നിങ്ങൾ ഔട്ട് എടുക്കുകയാണെങ്കിൽ, 4K 60 FPS ഔട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ, അതായത് ഫോട്ടോഷോപ്പിൽ ചെറിയ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ലൈറ്റ് റൂം യൂസർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഭയങ്കര കൂടുതലും അല്ല, ഭയങ്കര കുറവുമല്ല. ഇറ്റ്സ് ഓക്കെ, ഡീസെൻറ്റ് ബ്രൈറ്റ്നസ് ആണ് തന്നിരിക്കുന്നത്. എന്നാൽ ട്രൂ ടോൺ ഡിസ്പ്ലേ അല്ല. അതായത് മാക്ബുക്ക് പ്രോയിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് മാക്ബുക്ക് പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. മാക്ബുക്ക് പ്രോയിൽ നമ്മുടെ ഒരു ലൈറ്റിംഗ് അനുസരിച്ച് ഡിസ്പ്ലേയുടെ ഒരു കളർ ടോണൊക്കെ കുറച്ച് വാം ആക്കും, കോൾഡ് ആക്കും, അങ്ങനെയൊക്കെ അവർ ചെയ്യാറുണ്ട്. ഓട്ടോമാറ്റിക്, അതിനാണ് ട്രൂ ടോൺ എന്ന് പറയുന്നത്. പിന്നെ ചുറ്റുമുള്ള ബെസൽസ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അത്യാവശ്യം മുട്ടം ബെസൽസോട് കൂടിയാണ് വരുന്നത്. ഇതാണ് മാക്സിമം വോള്യൂം. ഇറ്റ് ഈസ് നൈസ്. സോ നോർമൽ വീഡിയോസും മൂവീസും TV സീരീസും കാണാൻ വേണ്ടി ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ നിങ്ങൾ ഭയങ്കര ഓഡിയോ എന്തൂസിയാസ്റ്റ് ഒക്കെ ആണെങ്കിൽ സ്പീക്കേഴ്സും കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇനിയാണ് ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്, അതായത് മാക്ബുക്ക് നിയോയുടെ പെർഫോമൻസ്. ചിലർ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അതായത് ഒട്ടും കൊള്ളത്തില്ല, എന്തായത് ഇത് വെറും ബഡ്ജറ്റാണ്. ചിലർ പറയുന്നു ഞാൻ എൻ്റെ ഫുൾ 4K വീഡിയോ ഇതിലാണ് എഡിറ്റ് ചെയ്തത്, ഒരു കുഴപ്പമില്ല. അങ്ങ് എൻ്റെ ഈ കാണുന്ന റീൽ ഈ മാക്ബുക്ക് നിയോയിലാണ് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തത്. ഈ മാക്ബുക്ക് നിയോയുടെ പെർഫോമൻസിനെ കുറിച്ച് ഇത്രയും ഡൗട്ട് വരാനുള്ള കാരണം എന്താണെന്ന് അറിയാം? ഈ മാക്ബുക്ക് നിയോയിൽ നോർമലി ആപ്പിളിൻ്റെ മാക്ബുക്സിൽ വരുന്ന M സീരീസ് ചിപ്പ് ഉണ്ടല്ലോ, M1, M2, M3, M4, ഇപ്പോൾ വന്ന M5, അതല്ല തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം iPhone 16 Pro സീരീസിൽ വന്ന A18 Pro ചിപ്സെറ്റ് ആണ് ഇവിടെ ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. സിംഗിൾ കോർ പെർഫോമൻസ് ഇസ് വെരി വെരി നൈസ് ആക്ച്വലി. ആപ്പിളിന്റെ M3 ചിപ്സെറ്റ് ഉള്ള മാക്ബുക്ക് ഉണ്ടല്ലോ, അതിന്റെ സിംഗിൾ കോർ സ്കോറുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ കോർ സ്കോർ ആണ് ഈ മാക്ബുക്ക് നിയോയിൽ കിട്ടുന്നത്. സോ നോർമൽ ബ്രൗസിംഗ് ആണെങ്കിലും UI ആണെങ്കിലും സോഫ്റ്റ്വെയർ ആനിമേഷൻസ്, സ്മൂത്ത്നെസ് അവിടെയൊക്കെ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. എന്നാൽ മൾട്ടി കോർ സ്കോർ നോക്കുകയാണെങ്കിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹെവി ടാസ്ക്, അതായത് ഭയങ്കരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ റെൻഡർ ചെയ്യാൻ നോക്കുമ്പോൾ
അവിടെ നിങ്ങൾക്ക് ചെറിയ ലാഗും ഒരു സ്ലോനെസ് അറിയാൻ പറ്റും. ഈ മാക്ബുക്ക് നിയോയിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മാക്ബുക്ക് നിയോ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള ലാപ്ടോപ്പ് ആണോ? തീർച്ചയായിട്ടും അല്ല. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, പ്രത്യേകിച്ചും റീൽസും ഷോർട്സുമാണ് നിങ്ങൾ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുന്നത്. 4K വീഡിയോ ആയിക്കോട്ടെ, സ്മാർട്ട് ഫോൺ ആണെങ്കിലും DSLR ക്യാമറ ആയിക്കോട്ടെ, അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിലുള്ള കളർ ഗ്രേഡിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ റീൽസ് നോർമലി അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ താഴെ നിങ്ങളുടെ മൈക്കിൽ നിന്ന് വരുന്ന ഓഡിയോ നിങ്ങൾ ഫിറ്റ് ചെയ്തു, ഓഡിയോക്ക് ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്തു, പിന്നെ മുകളിൽ വേണമെങ്കിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. ഈ പറയുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. 8 GB റാം കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ 256 GB വേരിയന്റ് വാങ്ങിയാലും 512 GB വേരിയന്റ് വാങ്ങിയാലും നിങ്ങൾക്ക് 8 GB കിട്ടുള്ളൂ. സോ ഈ റാം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രീമിയർ പ്രോ, ഫോട്ടോഷോപ്പ്, ഫൈനൽ കട്ട് പ്രോ, ഈ പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ചെന്ന് ലോഡ് ആവുന്നത് റാമിലല്ലേ. ഈ റാമിൽ ഓൾറെഡി ഈ macOS കിടപ്പുണ്ട്. പിന്നെ വേറെ ചിലപ്പോൾ ക്രോമോ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കിടപ്പുണ്ട്. സോ റാം കുറവാണെങ്കിൽ വലിയ ആപ്ലിക്കേഷൻസ് കുറേ എണ്ണം ഒരുമിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ പ്രീമിയർ പ്രോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വേറെ എല്ലാ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തത്, ക്ലോസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് പ്രീമിയർ പ്രോ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് പണിയേണ്ടി വരും. പിന്നെ macOSലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറേജ് ഉണ്ടല്ലോ, കാലിയായി കിടക്കുന്ന സ്റ്റോറേജ്, ആ സ്റ്റോറേജിലുള്ള ചില പോർഷൻസ് ഇതിന് റാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളൊരു ലാപ്ടോപ്പ് ഇങ്ങനെ 1 വർഷം 2 വർഷം 3 വർഷം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി വരും. അവിടെയാണ് ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഞാൻ 512 GB റെക്കമെൻഡ് ചെയ്തത്. ആ മൂന്നാമത്തെ റീസൺ ഇതാണ്. നിങ്ങൾ 256 GB വാങ്ങിച്ചാൽ സോ ഭാവിയിൽ നിങ്ങളുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാവാൻ ചാൻസ് ഉണ്ട്. ഫുള്ളായി ഇരിക്കുകയാണെങ്കിൽ ഈ റാമിൻ്റെ പരിപാടി അവിടെ നടക്കൂല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എവിടെ പോകും? ആപ്പിൾ ക്ലൗഡ്. അതാണ് ആപ്പിളിൻ്റെ സ്ട്രാറ്റജി. എൻ്റെ 1 TB മാക്ബുക്ക് പ്രോ ആണ്, എന്നിട്ട് ഞാൻ ആപ്പിൾ ക്ലൗഡ് ഉപയോഗിക്കുന്നുണ്ട്. സോ എൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോസ് ഉണ്ടല്ലോ, അത് ഞാൻ പ്രോപ്പർ 4K 30 FPS എടുക്കുന്നത്. അതും ലോഗ് വീഡിയോസാണ് എടുക്കുന്നത്. അത് ഞാൻ ഇവിടെ ഇട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രീമിയർ പ്രോയിൽ. പക്ഷേ FCP ആണെങ്കിൽ FCP ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ഇത് ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് ആണ്. ഇതിലുള്ള ചിപ്സെറ്റ് ആപ്പിളിൻ്റേതാണ്. എല്ലാ ആപ്പിളിൻ്റേതായതുകൊണ്ട് ആ ഒരു ഈക്കോ സിസ്റ്റത്തിൻ്റെ ഒരു സ്മൂത്ത്നെസ് അവിടെ എന്തായാലും കിട്ടും. സോ പ്രീമിയർ പ്രോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ FCPയിൽ കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിന്നെ നിങ്ങൾ കോഡറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഞാൻ അത്രയും വലിയ കോഡറൊന്നുമല്ല, ബേസിക് സിമ്പിൾ കോഡിങ് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ LLM ലെവൽ കോഡിംഗ് ഉണ്ടല്ലോ, ലാർജ് ലാംഗ്വേജ് മോഡൽ, സോ അങ്ങനെ ഭയങ്കര സൈസുള്ള LLM കോഡിംഗ് ഒന്നും ഇവിടെ നടക്കൂല. സോ കോഡിംഗ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കേണ്ട, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചെറിയ ബേസിക് കോഡിംഗ് ചെയ്യാൻ പറ്റും. 36.5 Wh ബാറ്ററിയാണ് ഇതിൽ തന്നിരിക്കുന്നത്. കേൾക്കുമ്പോൾ കുറവായിട്ട് തോന്നുമെങ്കിലും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രോ പോലുള്ള ബാറ്ററി ബാക്കപ്പ് ഇവിടെ കിട്ടുന്നില്ല എനിക്ക്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. നോർമൽ യൂസിൽ 8 മണിക്കൂർ 10 മണിക്കൂർ വരെയുള്ള സ്ക്രീൻ ഓൺ ടൈം ഇവിടെ കിട്ടുന്നുണ്ട്. ചാർജിങ് പക്ഷേ ലേശം സ്ലോ ആണ്. 20 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു macOS യൂസർ ആണെങ്കിൽ എല്ലാ മാക്ബുക്സിലുള്ള സെയിം എക്സ്പീരിയൻസ് ആണ് ഇവിടെയും കിട്ടുന്നത്. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇത് നിങ്ങളൊരു iOS യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സിമിലാരിറ്റി ഫീൽ ചെയ്യും. ആ ഐക്കൺസ് ആണെങ്കിലും ഓവറോൾ ഇപ്പം ഇവിടെയും ആ ഒരു ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ വിൻഡോസ് ലാപ്ടോപ്പിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം എടുക്കും. ഒന്ന് ആ ഒരു മിനിമൈസ് ബട്ടണും ക്ലോസ് ചെയ്യുന്ന ബട്ടണൊക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്, വിൻഡോസ് റൈറ്റ് സൈഡിലാണ്. അങ്ങനത്തെ ചില കലാപരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. മാക്ബുക്ക് എയറിലും പ്രോയിലും ഉള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ജെസ്റ്റേഴ്സ്, 3 ഫിംഗർ സ്വൈപ്പ്, 2 ഫിംഗർ സ്വൈപ്പ്, അതൊക്കെ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഗെയിമിംഗ് ഉണ്ട്, പക്ഷേ ഇല്ല എന്ന് വിചാരിച്ച് വാങ്ങിച്ചാൽ മതി. ഓക്കെ, അതായത് വിൻഡോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗെയിമിംഗ് ഒന്നും ഇവിടെ നടക്കൂല. സോ ഈ മാക്ബുക്ക് നിയോ ആർക്ക് വേണ്ടിയാണ്? പെട്ടെന്ന് പറഞ്ഞുതരാം. ലൈറ്റ് യൂസേഴ്സ്, സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിൽ പോകുന്ന സ്റ്റുഡൻസ്, ഇവർക്കൊക്കെ ദിസ് വിൽ ബി ഇനഫ്. പ്രത്യേകിച്ചും നിങ്ങൾ ആപ്പിളിൻ്റെ ഐഫോൺസും ഐപാഡും അറിയാലോ, ആപ്പിളിൻ്റെ ഈക്കോ സിസ്റ്റം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദിസ് മാക്ബുക്ക് നിയോ വിൽ ബി മോർ ദൻ ഇനഫ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ മാക്ബുക്ക് നിയോയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയാം? ഇതിലുള്ള ഫീച്ചേഴ്സോ ഇതിൻ്റെ ബിൽഡും ചിപ്സെറ്റ് ഒന്നുമല്ല, ഇതിൻ്റെ പ്രൈസിങ് ആണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ആപ്പിളിന് ഈസിലി ഇത് കുറച്ചും കൂടി താഴെ, അതായത് ഒരു 60,000 സ്റ്റാർട്ടിങ് കൊടുത്തിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു 10,000 മൈനസ് ആയിട്ട് 50,000 റുപ്പീസിൽ നിങ്ങൾക്ക് ഓഫറൊക്കെ ചേർത്ത്, അതായത് ഈ സ്റ്റുഡൻറ്റ് ഓഫറൊക്കെ ചേർത്ത് കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ബിൻ അമേസിങ്. ആപ്പിളിൻ്റെ മാക് മിനി ഓർമ്മ ഉണ്ടല്ലോ, 50,000 റുപ്പീസിൽ എങ്ങാണ്ട് ഇന്ത്യയിൽ ലോഞ്ച് ആയത്. ഒരുപാട് പേര് ഇത് വാങ്ങിച്ചായിരുന്നു. അതിലും ഇതിനേക്കാളും മച്ച് ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ മാക് മിനി വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പിന്നെ കീബോർഡ് വേണം, മൗസ് വേണം, ഡിസ്പ്ലേ വേണം, ഈ പറഞ്ഞ സ്പീക്കേഴ്സ് വേണം, ഇതെല്ലാം വേണ്ടി വരും. പിന്നെ അത് കൊണ്ട് നടക്കാൻ പറ്റൂല. ഇവിടെ നിങ്ങൾക്ക് അതൊന്നും വേണ്ട. പിന്നെ 70,000 റുപ്പീസിൽ ഇറക്കിയത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് എന്തായാലും അവർ സെല് ചെയ്യില്ല. പക്ഷേ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പക്ഷേ M2 മാക്ബുക്ക് എയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ അതാണ്. ഏകദേശം ഇതേ പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ മെയിൻ ഉദ്ദേശം നല്ല ഡിസ്പ്ലേ ആണെങ്കിൽ OLED ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്സ് നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഈ മാക്ബുക്ക് നിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് നിങ്ങളുടെ കയ്യിൽ 70,000 റുപ്പീസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്
സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് ഒക്കെ ചേർത്ത് 60,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാക്ബുക്ക് നിയോ വാങ്ങിക്കുമോ അതോ വിൻഡോസിൻ്റെ ലാപ്ടോപ്പ് ആണോ വാങ്ങിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അതല്ലെങ്കിൽ ഇത് പ്രിഫർ ചെയ്യുന്നത്, താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഈ മാക്ബുക്ക് നിയോയുടെ കൂടെ ലോഞ്ച് ചെയ്ത് iPhone 17e കുറിച്ചുള്ള വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.